ഈശ്വര കാത്തോളണേ. നിന്നോടൊരു കാര്യം പറയാൻ പോവുക. നീ എതിരൊന്നും പറയരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇക്കാലം വരെയായിട്ട്. ഇനി ഈ വയസ്സാം കാലത്ത് അച്ഛനൊരു ബാധ്യതയായി തീർന്നെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. അമ്മൂമ്മയുടെ ഫോട്ടോ നോക്കി ബിച്ചും പറയുന്നേ. മോള് പോയ അച്ഛനെ അമ്മയെ വിളിച്ചോണ്ട് പോവാ. ശരി അപ്പൂപ്പ. അപ്പൂപ്പൻ പറയണത് കേട്ടോ, അപ്പൂപ്പൻ ഇവിടെ നിന്ന് പോവാന്ന്. അവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല കുട്ടി. നമ്മുടെ നാരായണനെയും ഭാർഗവനെയൊക്കെ മക്കൾ അവിടെയല്ലേ കൊണ്ടേ ആക്കിക്കുന്നത്. അവർക്ക് സുഖം അവിടെ. അച്ഛൻ എന്താ അച്ഛാ പറയുന്നത്? മോൾ എന്തിനാ പേടിക്കുന്നത്? അതിവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഒന്ന് കാണാമല്ലോ. അപ്പൂപ്പൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? ഒന്നുമില്ല മോളെ. അച്ഛൻ എന്താ പറ്റിയത്? ഒന്നുമില്ല മോളെ. എന്തോ കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല. എന്തോ ഒരു പേടി പോലെ. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഓരോ ചിന്തകളാ. അത് മാത്രമല്ല, 4-5 ദിവസമായിട്ട് കിടക്കയിൽ അറിയാതെ മൂത്രം പോകുന്നു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതേടാ, അതാ നല്ലത്. എത്രയും നേരത്തെ ആയാൽ എൻ്റെ കുട്ടികൾക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയും. അമ്മോ, നീ അപ്പൂപ്പൻ്റെ കുഴമ്പും മരുന്നും രാമായണമൊക്കെ എടുക്ക്. എന്താ ഏട്ടാ? ലക്ഷ്മി, ഇനി താമസിക്കണ്ട. അച്ഛൻ്റെ കിടക്കയും വിരിപ്പും എല്ലാം മടക്കിയെടുത്ത്. അച്ഛൻ എണീക്ക്, എണീക്ക്, എല്ലാരും എണീക്ക്. അച്ഛൻ നടക്ക്. എന്താണ്? എന്തിനാ ഇവിടെ കൊണ്ടുവന്നിടുന്നത്? അച്ഛൻ ഇനി ഇവിടെ എൻ്റെ കൂടെ കിടന്നാൽ മതി. മോനെ മിണ്ടരുത്, ബാ. നാല് ദിവസം ബെഡിൽ മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് വൃദ്ധസാധനങ്ങൾ തേടി നടക്കുന്നു. ഞാൻ 4 വയസ്സ് വരെ ബെഡിലാണ് മൂത്രമൊഴിച്ചത്. അന്നത്തെ ഈ സാധനങ്ങളും മന്ദിരങ്ങളും ഒന്നും ഇല്ലായിരുന്നോ? എടാ, അച്ഛൻ പറഞ്ഞത് എനിക്കൊന്നും കേൾക്കണ്ട. നാരായണനും ഭാർഗവനൊക്കെ അവിടെ അത്രേ സ്വർഗമല്ലേ? അവിടെ ഭയങ്കര സ്വർഗമല്ലേ? എനിക്കൊരു തെറ്റുപറ്റി. എൻ്റെ അച്ഛന് വയസ്സായത് ഞാൻ കണ്ടില്ല, കാണാൻ ശ്രമിച്ചില്ല. അതെന്റെ കുറ്റമല്ല. എനിക്ക് എൻ്റെ അച്ഛന് പ്രായമായതായി കാണാൻ കഴിയാത്തത് കൊണ്ടാ. എൻ്റെ കുട്ടിക്ക് വിഷമമായോ എന്തോ? അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നന്ദേട്ടനും ഇവളും തരുന്ന സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് തോന്നിയിട്ടുണ്ടോ അച്ഛന്?
അതോ എന്നെ ഒരു മരുമകളായിട്ട് കാണാൻ തുടങ്ങിയോ അച്ഛൻ? ഇല്ല കുട്ടി, നിങ്ങളുടെയൊക്കെ സ്നേഹം കൂടുതലായിട്ട് തോന്നിയിട്ടേ ഉള്ളൂ. എൻ്റെ മനസ്സാകെ പിടിവിട്ടി പോണ പോലെ തോന്നുന്നു. ആരാന്നോ എന്താന്നോ ഒന്നും അറിയുന്നില്ല. ഓർമ്മ നഷ്ടപ്പെട്ട പോലെ തോന്നുക. എൻ്റെ അപ്പൂപ്പൻ എന്തിനാ പേടിക്കുന്നേ? അപ്പൂപ്പൻ്റെ ഓർമ്മയല്ലേ പോയുള്ളൂ. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾക്കറിയാലോ ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാണെന്ന്. പിന്നെന്താ? എൻ്റെ നന്ദൻ്റെ മോള് തന്നെ. അച്ഛ, ഇത്രയും ശമ്പളം കിട്ടുന്ന കാനഡയിലെ ജോലി ഉപേക്ഷിച്ചത് എന്തിനാണെന്ന് മോനോട് ചോദിച്ചപ്പോ അച്ഛന്റെ മോൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? അവിടെ ശമ്പളമല്ലേ കൂടുതലുള്ളൂ, എന്റെ അച്ഛനില്ലല്ലോ എന്ന്. എന്നിട്ട് ആ മോനോട് എങ്ങനെ തോന്നി അച്ഛ ഇങ്ങനെയൊക്കെ പറയാൻ? എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ കുട്ടിയെ. അവൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിപ്പിച്ചു കൊടുക്കാൻ ഈ അച്ഛന് കഴിഞ്ഞിട്ടില്ലെങ്കിലും വിഷമിപ്പിച്ചിട്ടില്ല അവന് ഒരു കാര്യത്തിലും. ഈ വാർദ്ധക്യത്തിൽ അച്ഛൻ അവനൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതി പറഞ്ഞതാ. പാവം എൻ്റെ കുട്ടി. ഞാനും എൻ്റെ അമ്മയും അപ്പൂപ്പനെ പൊന്നുപോലെ നോക്കിക്കളാം അല്ലേ അമ്മേ? സാരമില്ല ഏട്ടാ, എന്നേക്കാൾ ഏട്ടൻ അറിയാവുന്നല്ല അച്ഛനെ. ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ, വിഷമിക്കണ്ട. അമ്മ പോയ 2-ാം വയസ്സിൽ മുലപ്പാല് മതിയാകാണ്ട് കരച്ചിൽ തുടങ്ങിയ എൻ്റെ രേവുവിൻ്റെ കണ്ണീർ ചാലുകൾ ഇപ്പോഴും കാണാം അച്ഛൻ്റെ തോളിൽ. പക്ഷേ ഇത്ര കാലം വരെയായിട്ടും അച്ഛനെ കരയിച്ചിട്ടില്ല. ഇപ്പോ അച്ഛൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളെ നോക്കിയതും വളർത്തിയതും ഒന്നും. പക്ഷേ ഞാനതെല്ലാം എഴുതി കാണാണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനെന്നോ, ഇവിടെ ഒന്ന് വളർന്നു വരുന്നുണ്ടല്ലോ, ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. അച്ഛനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ട് വളർത്തി വലുതാക്കി വിട്ടിട്ട് അവസാനം ഒന്നിനും വയ്യാതെ ആവുമ്പോ ഈ മക്കള് തന്നെയല്ലേ ഇവരെ വഴി കൊണ്ട് തള്ളുന്നത്. ഞാനൊരു കരപറ്റുവോളം ഇരുട്ടിൽ വെളിച്ചം കാണിച്ച് കൂടെ നടന്നിട്ട് അവസാനം ഞാനൊരു കരക്കെത്തിയപ്പോൾ കുത്തിക്കെടുത്തി വലിച്ചെറിയാൻ എൻ്റെ അച്ഛനൊരു ഓരച്ചൂട്ടല്ല, എൻ്റെ ജീവനാ, ജീവൻ. എൻ്റെ മോനെ.